സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. എനിക്ക് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും സോഷ്യൽ മീഡിയ ടീമില്ല, ഇപ്പോഴും സോഷ്യൽ മീഡിയ ടീമില്ല. മുഖ്യമന്ത്രി വി ഡി സതീശനുമായി MDMA കേസ് പ്രതി മുഹമ്മദ് ഹുസൈന് അടുത്ത ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കെ കോഴിക്കോട് നടത്തിയ ഇഫ്താർ വിരുന്നിൽ പ്രതി മുഹമ്മദ് ഹുസൈൻ പങ്കെടുത്തു. നാക്കിൽ വിളയുന്ന നുണകൾ വിറ്റ് ഇപ്പോൾ ഇവിടെ. ഇതല്ല നിന്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി. Now the Tata is ready to invest on shipbuilding. We are going to provide the land to the Tata Group. Okay. For investing for 10,000 crores investment. കേരളത്തിൽ കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കുമെന്ന മുഖ്യമന്ത്രി വി ഡി സതീശന്റെ വാദം തള്ളി ടാറ്റ ഗ്രൂപ്പ്. അത്തരമൊരു പദ്ധതിയെപ്പറ്റി അറിയില്ല എന്നാണ് ഇതിനോടുള്ള ടാറ്റ ഗ്രൂപ്പിന്റെ പ്രതികരണം. ഇപ്പോൾ അത്തരം പദ്ധതികൾ പരിഗണനയിലില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രപ്പോസലും സർക്കാർ നൽകിയിട്ടില്ല എന്നും ടാറ്റ ഗ്രൂപ്പ് വ്യക്തമാക്കി. 10,000 കോടി രൂപ നിക്ഷേപത്തിൽ കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കുന്നതിനായി ടാറ്റ ഗ്രൂപ്പ് പ്രപ്പോസൽ നൽകി എന്നാണ് മുഖ്യമന്ത്രി അവകാശവാദമായി ഉന്നയിച്ചിരുന്നത്. നട്ടപ്പാതിര പട്ടാപ്പകലാണെന്ന് പറഞ്ഞു ഫലിപ്പിക്കാനുള്ള നിന്റെ ശേഷിയുണ്ടല്ലോ. സത്യത്തിൽ അതാണ് എന്നെ അട്രാക്ട് ചെയ്തത്. ഞാൻ ഒരു സ്ഥലത്തും ഹെലികോപ്റ്റർ എടുത്ത് പഴയ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പരാതി പറഞ്ഞിട്ടില്ല. ഒന്ന്, ധനപ്രതിസന്ധിക്കിടയിലും ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നത് ധൂർത്തെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ചെലവ് ചുരുക്കണമെന്ന് അടിക്കടി ഉപദേശിക്കുന്ന ആളാണ് മുഖ്യമന്ത്രി. പറയുന്നതിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നും സതീശൻ പറഞ്ഞു. പ്രവർത്തിന്മുഖരെ നുണയന്തിയും എന്നൊരു ശ്ലോകമുണ്ട്. പ്രവർത്തിക്കുന്നിരക്കാത്ത നുണ പറയാൻ പാടില്ല എന്ന് സാരം. ഈ ഇപ്പോൾ PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ അംഗമാണ്. കേരള എഗ്രിമെന്റ് ഒപ്പുവെച്ചു. അതിന്റെ ഭാഗമായി പണം വാങ്ങിച്ചു. കേരളത്തിൽ PM3 പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല എന്ന് കേന്ദ്രം ആവർത്തിക്കുന്നു. ധാരണാപത്രം ഒപ്പുവെച്ചതല്ലാതെ സ്കൂളുകളുടെ തെരഞ്ഞെടുപ്പ് നടപടിയിൽ കേരളം പങ്കെടുത്തിട്ടില്ല എന്നും സംസ്ഥാന സർക്കാരുകൾക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിച്ചിട്ടില്ല എന്നും കേന്ദ്രം അറിയിച്ചിരിക്കുന്നു. പെരുന്നുണകളുടെ മഹാരാജാവ്, ദി കിങ് ലയർ. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവർ രാത്രി ഡിന്നർ മീറ്റിങ്ങിന് കാണാമെന്നാണ് പറഞ്ഞത്. അവർ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് കണ്ടതിന് ശേഷമാണ് കൊച്ചിയിൽ വന്നത്. അവരെ തമിഴ്നാട് മുഖ്യമന്ത്രി കണ്ടിട്ടും ഞാൻ കാണാതെ പോയാൽ അതൊരു ബുദ്ധിമുട്ടാവത്, പിന്നീട് ഒരു ആക്ഷേപവും. അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ. അല്ല, രഹസ്യമായി ചിലരെ കാണേണ്ടി വരും, അല്ലാതെയും കാണേണ്ടി വരും. ചിലപ്പോൾ മുഖ്യമന്ത്രയെ ഇവിടെ വന്ന് കാണും. ഞാൻ അന്ന് വൈകുന്നേരം എറണാകുളത്തുള്ളതുകൊണ്ട് എറണാകുളത്ത് കാണാമെന്ന് പറഞ്ഞാൽ. പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായി. പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവാണ് ഞങ്ങളിലേക്ക് കൈമാറുന്നത് അവർ. ആണല്ലോ, പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവാണ് ഞങ്ങളിലേക്ക് കൈമാറുന്നത് അവർ. ആണല്ലോ. UDF സർക്കാർ അധികാരത്തിലേക്ക് ഏറുമ്പോൾ ഖജനാവ് കാലിയായിട്ടില്ല എന്ന രേഖകൾ. ഈ വർഷം മെയ് 1 ഖജനാവിൽ പണമായി ബാക്കിയുണ്ടായിരുന്നത് 5429 കോടി രൂപയാണ്. ധനവകുപ്പിന്റെ വിവരാവകാശ മറുപടിയിലാണ് നിർണായക വിവരം. ഇലക്ഷന് മാത്രമേ നമുക്ക് വരെ ആവശ്യമുള്ളൂ എന്ന് ആ പട്ടിണി പാവർക്ക് അറിയില്ലല്ലോ. ഒറ്റ ബസ് പോലും, ഓർഡിനറി ബസ്, സിറ്റി ബസ്, സിറ്റി ഫാസ്റ്റ് ആക്കിയിട്ടില്ല. സിറ്റി ഫാസ്റ്റ് ഇപ്പോൾ പല സൗകര്യത്തിനും വേണ്ടി തിരുവനന്തപുരത്ത് ഓർഡിനറി ആക്കിക്കൊണ്ടിരിക്കുക. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര നൽകുന്ന പ്രിയദർശിനി പദ്ധതി ഉദ്ഘാടനം നടക്കാൻ പോകുന്നത്. എന്തായാലും ഈ ഉദ്ഘാടനത്തിന് തൊട്ട് തലേ ദിവസമായ ഇന്ന് തലസ്ഥാനത്ത് ഉൾപ്പെടെ അതിനാടകീയമായ സംഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഓർഡിനറി ബസ്സുകൾ, നിരവധിയായ KSRTCയുടെ ഓർഡിനറി ബസ്സുകളെല്ലാം തന്നെ സിറ്റി ഫാസ്റ്റാക്കി മാറ്റുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്.